ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മണാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. സൗണ്ടൊക്കെ പോയി തുടങ്ങി. മര്യാദക്ക് മഞ്ഞ് കാണാമെന്ന് വിചാരിക്കണം. മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദൂരം പോകാൻ നിൽക്കുവാണ്. അപ്പോൾ 8:30 നമ്മുടെ ഡ്രൈവർ വരും. 8 മണിയായി. താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇന്നത്തേനെക്കാട്ടി കുറച്ചുകൂടെ മഞ്ഞുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇത് ഡോർ ലോക്കാക്കിയൊക്കെ വേണം. കണ്ട മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് താഴത്തോട്ട്. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഈ മല ഫുള്ള് മഞ്ഞായിരിക്കും. കാണുന്നില്ലേ? എന്നാലും ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മണാലി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ 8:30 ആകുമ്പോൾ നമ്മുടെ വണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ റെഡി ആയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. ഇവിടെ ഞങ്ങൾ വന്ന അന്നത്തെ ദിവസം മുതൽ തിരിച്ചു വരുന്നവരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പൂരി തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലക്സ് ഉണ്ട്, പൂരി ഉണ്ട്, ചന്ന മസാല, പിന്നെ സേമിയയുടെ എന്തൊരു സാധനം, പൂരി മാത്രം തിന്നലാ. ബ്രെഡ് ജാം. എനിക്കിത് മതി, വയറിന് സുഖമില്ല. ഇത് പാലിനാണെങ്കിൽ കുറച്ച് മധുരം കൂടുതൽ. ഞങ്ങളാണ് ഇവിടെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. കാരണം ഞങ്ങൾക്ക് പോകണം, 8:30 വണ്ടി വരും. എന്താ സേമിയ ഉപ്പുമാവ്, കടലക്കറി, പൂരി, ബ്രെഡും ജാം. ഇനി ഞാൻ എൻ്റെ കൊണ്ട് വെക്കട്ടെ. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇന്നലെയൊക്കെ നല്ല വയറിന് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ട് ഒരു വഴിക്ക് പോകുമല്ലേ, റിസ്ക് എടുക്കണ്ടല്ലോ. നല്ല വിശപ്പ് വരും. ഗ്ലൗസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഈ വിരല് ഇജാണിടണ്ടേ, ഞാനല്ലേ. ഞാൻ ഇങ്ങനെ പിടിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പിടിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ ആണ്ടോ ഇയാളിനെ കേട്ടോ നമ്മളെ ചോദിച്ചിട്ടുണ്ട് അതിനെ പറ്റി. ഇതൊരു വല്ലാത്ത കളറായി പോയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞ് കാണണമെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. ഗ്രാംഫോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഇതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ. അതായത് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റൊക്കെ ആകുമ്പോഴാണ് നല്ലപോലെ ഇവിടെ മഞ്ഞ് വീഴുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ വരാൻ നോക്കുവാണെങ്കിൽ ആ ടൈമിൽ വരാൻ നോക്കാം. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഗ്രാംഫോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ഡ്രൈവറിന്. അത് നമ്മുടെ പാക്കേജിലുള്ളതല്ല. അപ്പം നമ്മളൊരു 3000 ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ഡ്രൈവർ അത്ര ഫ്രണ്ട്ലി മൈൻഡുള്ള ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കും, അയാൾ ഇങ്ങോട്ട് മറുപടി പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞു തരുന്നില്ലായിരുന്നു. നമ്മുടെ കൂടെ വേറെ 1-2 കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, സെയിം പാക്കേജ് എടുത്ത്. അവർക്കൊക്കെ കിട്ടിയ ഡ്രൈവർ നല്ലതാണെന്ന് പറഞ്ഞ്, അതായത് നല്ല കമ്പനി മൈൻഡാന്ന് കേട്ടോ പറഞ്ഞത്. അതായത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാം, ആപ്പിൾ പിടിച്ചിപ്പോണ്ട്, ഓറഞ്ച് പിടിച്ചിപ്പോണ്ട് ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഡ്രൈവർ അങ്ങനെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. നമ്മൾ ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേട്ടാ. റെന്റൽ ഷോപ്പ്. 200. ഇതെന്താ 2000 പെർ കപ്പിള്. സ്കിൻ പാക്കേജ് ഇടാം. പിന്നെ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഡ്രൈവർ ഓരോ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിത്തരും. അവിടുന്ന് ചാടിക്കയറി നമ്മളൊന്നും ചെയ്യരുത്. ഒരു 3-4 ഷോപ്പിലെങ്കിലും അന്വേഷിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സ് നമ്മൾ റെൻറ്റിന് എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇയാളൊരു കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഇട്ട് പോകാമെന്ന് പറഞ്ഞ്. നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്ത്. പക്ഷെ വേറെയും കുറേ ഷോപ്പുകളുണ്ട് ഇതുപോലെ റെൻറ്റിന് ഡ്രസ്സ് കിട്ടുന്നത്. ഒരു 3-4 നിങ്ങൾ ചോദിക്കണം ഏറ്റവും റേറ്റ് കുറവ് ഏതാ തോന്നുന്നത്, അതിൽ നിന്ന് എടുത്തിട്ടാൽ മതി. അല്ലാണ്ട് ഡ്രൈവർ പറയുന്നിടത്തുനിന്ന് തന്നെ ഡ്രസ്സ് ഇടണമെന്നില്ല. ഇവിടെ ഒരു ജോഡി ഡ്രസ്സിന്, അതായത് ഡ്രസ്സിന് ഷൂവിനും കൂടെ റെൻറ്റ് വരുന്നത് ഒരാൾക്ക് 250 രൂപയാണ്. വേറെ കടയിലൊക്കെ ചോദിച്ചാൽ അതിൽ റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. ഈ ഡ്രൈവർമാരെ ഒരു കടയിൽ കൊണ്ട് നിർത്തി അവിടുന്ന് തന്നെ നമ്മൾ എടുപ്പിക്കുന്നത്, ഇവർക്ക് അതിൻ്റെതായ വേറെ കമ്മീഷൻ കിട്ടും. അപ്പോൾ അപ്പോഴും നമുക്കാണ് അവിടെ നഷ്ടം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഡ്രസ്സ് എടുക്കുമ്പം
വാട്ടർ പ്രൂഫ് ആണാന്ന് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആ ഡ്രസ്സ് എടുക്കാവുള്ളൂ. ഞാൻ എടുത്ത ഡ്രസ്സ് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളിലിട്ട ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെയും ഷിനാജിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഇടുന്നത് മഞ്ഞിൽ പോയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അഴുക്കാവാതിരിക്കാനാണ്. അപ്പോൾ അതിലിങ്ങനെ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുവാണെങ്കിൽ മാത്രം മതി ഈ ഡ്രസ്സിൻ്റെ ആവശ്യം. ഞങ്ങൾക്കിത് വെറുതെ ഇട്ട പോലെ തോന്നിയത്. നമ്മൾ നോർമലി ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ലെഗിൻസും ഇന്നറും അതൊക്കെ ഇട്ടാൽ മതി. തണുപ്പ് കുറച്ച് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ചില സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം നല്ല കഠിനമായിട്ടുള്ള തണുപ്പ്. പിന്നെ ഓരോ സമയത്തും രാവിലെ നല്ല തണുപ്പാണെങ്കിൽ ഉച്ചക്ക് ചില സമയത്ത് തണുപ്പ് കാണത്തില്ല, വൈകുന്നേരം ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും. അങ്ങനെയൊക്കെ ഈ ഡ്രസ്സ് നമ്മൾ റെൻറ്റിനുള്ള ഡ്രസ്സില്ലേ, അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോ ആക്ടിവിറ്റീസ് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരും. നമ്മൾ ഒരു ആക്ടിവിറ്റിയും എടുത്തിട്ടില്ലായിരുന്നു, കാരണം അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു. ആ ബഗ്ഗി പോലത്തെ വണ്ടിയിൽ അതിൽ കയറാൻ എത്രയാണ് പറഞ്ഞേ? അതിന് 2500 വരെ പറഞ്ഞു ഒരാൾക്ക് അല്ലേ? ഒരാൾക്ക് 2500 വരെ പറഞ്ഞ് അവസാനം ഒരു 1000 തരാന്ന് പറഞ്ഞു. പക്ഷേ 1500 വരെ ആക്കി. നമ്മൾ 1000 പറഞ്ഞു, പക്ഷെ 1000 അവർ തന്നില്ല. പിന്നെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും മുൻകൂർ നമ്മൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്ത് പോകണമല്ലേ അങ്ങോട്ട്. അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് തോന്നിയാൽ കിട്ടത്തില്ല. അത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ ഓരോ ആക്ടിവിറ്റീസും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് കുറവായതുകൊണ്ട് അപ്പം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട ആ ഒരു കാലാവസ്ഥയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ മാത്രം, അത്രയ്ക്ക് മഞ്ഞുണ്ടെങ്കിൽ മാത്രം ഓൾറെഡി നിങ്ങൾ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ അട്ടൽ ടണലിൻ്റെ അകത്തോട്ട് കയറി. ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നത്. ഇത് ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അല്ലേ, 10 കിലോമീറ്റർ ഫുള്ള് ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടി ഇങ്ങനെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയാണ് മഞ്ഞ് ഇങ്ങനെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതേ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, മഞ്ഞിങ്ങനെ കുറേച്ച് ഇറങ്ങി വരുന്നുണ്ട്. സംഭവം ശരിക്കും മിസ് ചെയ്യാതെ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് റോത്താങ് പാസ്. 2-3 വട്ടം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. പക്ഷെ ഇപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല, സംഭവം ക്ലോസ്ഡ് ആണ്. മഞ്ഞ് ഫുള്ളായിട്ട് അങ്ങോട്ട് വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല, കാരണം വണ്ടി ഇങ്ങനെ ഫ്രീസായി കിടക്കുമല്ലേ റോട്ടിലൊക്കെ ഈ ഐസ്. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്ലിപ്പായി പോകുന്നതുകൊണ്ട് ക്ലോസ് ആക്കി ഇട്ടേക്കുവാണ്. നമ്മൾ പോകുന്ന റൂട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ സ്ഥലത്ത് മഞ്ഞിങ്ങനെ ഫ്രീസായി നിൽക്കുന്നുണ്ട്, റോഡിലോട്ടൊക്കെ ഇങ്ങനെ കുറേച്ച് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഈ റൂട്ട് വളരെയധികം റിസ്ക് പിടിച്ച റൂട്ടാണ്. ഞങ്ങൾക്ക് ചെറിയൊരു സംഭവം ഉണ്ടായി, അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എന്തോ ഫ്ലഡ് വന്നപ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ ആയത്. ഫ്ലഡ് വന്നപ്പം ആകെ മൊത്തം റോഡും എല്ലാ സ്ഥലവും പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുവാണ്. അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ശരിയാക്കി വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതൊക്കെ ഐസ് ഇങ്ങനെ ഫ്രീസായിട്ട് കിടക്കുവാണ് റോഡിൽ. എന്തൊരു തണുപ്പാ തുറന്നപ്പോൾ. ഇതാണ് ഈ മഞ്ഞിൽ വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി. കണ്ട കുറച്ച് മഞ്ഞ് അവിടെ കൊണ്ട് വാരി വിതറിയിട്ട് എന്തൊക്കെയോ ഉടായ്പ തട്ടിക്കൂട്ട് സെറ്റപ്പ്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടായിരുന്നു ഇതേപോലെ ഒരു സ്കാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കിയില്ല. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഓൾറെഡി മുകളിൽ നിന്ന് ബുക്ക് ചെയ്ത് വരണമെന്ന് പറഞ്ഞില്ല, ആ ബുക്ക് ചെയ്ത് വന്ന ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ മഞ്ഞ് കാണണമെങ്കിൽ ഈ മലയൊക്കെ കയറി കുറച്ച് പോകണം, കുറച്ചധികം പോകണം. കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. അത്ര എളുപ്പമല്ല ഇവിടെ. ഞാൻ കാണിച്ചിരിപ്പം ഞങ്ങൾ കയറി വന്ന ഇവിടെ നിന്ന് ഈ മല ഫുള്ള് കയറിയ വന്നത്. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞു മഞ്ഞുള്ള എവിടുന്നെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാന്ന്. കയറുമ്പോൾ ഇങ്ങനെ സ്ലിപ്പാവാണ് കാര്യം. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്. അത്രക്ക് റിസ്ക്കാണ്. ഈ വണ്ടി കണ്ടില്ല, ഈ വണ്ടിക്ക് ഒരാൾക്ക് 1000 കൊടുക്കണം. 1000 അല്ലേ, 2000 ഒരാൾക്ക്. മൊത്തം അഴുക്കായി, നടക്കൂല മക്കളെ. മഞ്ഞ് കാണാൻ അത്രക്കും ബുദ്ധിയുള്ളവർ താഴത്തുനിന്ന് വല്ല ഫോട്ടോ എടുത്ത് പോവുക. ഈ മല ഇനി ആ ടോപ്പ് കയറണമെന്ന് ഷിനാജ് പറയുന്നത്. എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല, അത്രക്കും കുഴഞ്ഞ് ഞാൻ. വെള്ളമൊന്നും അറിയില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ്. ചോദിച്ചാലൊക്കെ കുടിക്കുന്നുണ്ട്. ഇതാ ഭാഗത്ത് കുടിക്കാൻ പോവാണ്. എന്താ അവസ്ഥ നോക്കട്ടെ. ഷൂസ് ഇവിടെ വെച്ചാൽ മതി, കാല് ഇവിടെയും കയ്യിലെടുത്ത് കുടി വേഗം കുടി. എന്താ അവസ്ഥ? ഇനിയൊന്ന് വേണേ ഫുള്ള് കുടിച്ചോ, വെള്ളം നിറച്ചത് കുറച്ചുകൂടി കയറി പോകണ്ടേ. അത് വന്നിട്ട് കുടിച്ചോ.
അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തേ നമ്മൾ കുറച്ച് മഞ്ഞ് കൂടുതലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ നല്ല രീതിക്ക് കുഴഞ്ഞ്, അപ്പോൾ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താമെന്ന് ഞാൻ ഷിനാജിനോട് പറഞ്ഞു. ഇനി ഞങ്ങൾ രണ്ടുപേരും നല്ല അടിയായിരുന്നു. പിന്നെ ഞാൻ ആ കുടിച്ച വെള്ളം നല്ല വെള്ളമാണ് കേട്ടോ, കുടിക്കാൻ പറ്റും. ഈ ബഗ്ഗി ഓടിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ച് നല്ലതാണെന്ന്. അപ്പോൾ അവരിങ്ങനെ ക്യാനിലെടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതാണ്, കുടിച്ചോന്ന് പറഞ്ഞ്. അത് കുടിച്ചപ്പോൾ എന്തൊരു സുഖമായിരുന്നെന്നറിയാം. അതിനെക്കാട്ടി ഇരട്ടി തണുപ്പായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെടുത്ത് കുടിക്കുന്ന വെള്ളത്തിനെക്കാട്ടി ഇരട്ടി തണുപ്പായിരുന്നു. നാട്ടിൽ നിന്ന് പോയപ്പോഴേ കുറേ റീൽസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. മഞ്ഞുമല കാണുമ്പോൾ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ, ഒന്നും നടക്കത്തില്ല. നമ്മൾ ഈ കഷ്ടപ്പെട്ട് മല കയറി വരുമ്പോൾ തന്നെ നമ്മൾ കുഴയും. പിന്നെ അവിടെ കുറച്ച് കോളേജ് പിള്ളേരുണ്ടാകും, മലയാളികൾ. അവരാണ് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നത്. മേത്തിടല്ലേ ഷിനാജ്, ഷാള നനയും. അവിടുന്നാണ് ഞങ്ങൾ കയറുന്നത് കണ്ട, ആ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട്. താഴത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ മല കയറി വന്നപ്പോഴത്തേക്കും തണുപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് ഗ്ലൗസൊക്കെ ഊരിയിട്ടാണ് നിന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കോളേജിൽ നിന്ന് വന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരെ കൊണ്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചത്. അവർക്കും നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈഫിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെ മഞ്ഞ് നേരിട്ട് കാണുന്നതും മഞ്ഞ് കളിക്കുന്നതും ഒക്കെ. ഞാൻ ഷിനാജും എത്ര കാലം കൊണ്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ്. ഒരിക്കലും ഇതൊന്നും നമ്മുടെ ലൈഫിൽ നേടുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യമല്ല. ഇങ്ങനെ മഞ്ഞ് കാണും, മഞ്ഞിലിരുന്ന് ഫോട്ടോസ് എടുക്കും, മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുമെന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിച്ചതല്ല. ഇവിടെ വരാൻ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി കാരനാണ്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. പടച്ചവനോടും ഒരുപാട് നന്ദി. ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് ഉള്ളിലുള്ള ഡ്രസ്സ് അഴുക്കാവത്തില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിരുന്നത്. ഈ തെന്നി വരവിലൊക്കെ എൻ്റെ പാൻറ്റൊക്കെ നല്ല അഴുക്കായി. ഷിനാജിൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നം കൊണ്ട് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു. നമ്മൾ കളറ് നോക്കി അങ്ങനെ എടുത്തതാണ്, വേറെ ഒന്നും നോക്കില്ല. അപ്പം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടേ എടുക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ 2 കക്ഷികൾ എവിടെയെന്നുള്ളത്. സത്യം പറഞ്ഞാൽ മല കയറിയപ്പോൾ അവർ വേറെ വഴിക്കും ഞങ്ങൾ വേറെ വഴിക്കും ആയിപ്പോയി. പിന്നെ വിളിക്കാൻ അവിടെ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴത്ത് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ അവരെ കണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വാനിൽ നൂഡിൽസും വെള്ളം അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കുപ്പി വെള്ളത്തിന് 40 രൂപയാണ് ആയത്. നൂഡിൽസിന് ഒരു കുഞ്ഞ് പ്ലേറ്റിൽ ഞങ്ങൾ വാങ്ങിച്ചു, ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ആ ഒന്നിന് 80 രൂപയായി. ഭയങ്കര റേറ്റാണ്. പിന്നെ നമ്മുടെ വിശപ്പും ദാഹവും കൊണ്ട് നമ്മൾ പൈസ നോക്കത്തില്ല, വാങ്ങിച്ചു പോകും. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എന്തായാലും പൈസ കയ്യിൽ കരുതിയിട്ട് വേണം പോവാൻ. നല്ല എക്സ്പെൻസാണ്. അപ്പം ഞാൻ നടന്ന് ഇനി അവിടെ എത്തണം. ഇതുണ്ട്, അവിടെയാണ് നമ്മുടെ വണ്ടി. ഇനി അവിടെയാണ് നമ്മൾ എത്തണം. എന്തോരം നടക്കണം. എന്തായാലും അത്രയും കയറി മുകളിൽ പോയത് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച മഞ്ഞ് വാരി എറിയലും മഞ്ഞിലുള്ള കളിയൊക്കെ. കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇറങ്ങാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മൾ താഴെ എത്തിയ പോലെ തോന്നി. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം മുകളിൽ നിന്ന് ഒരു കല്ല് ഉരുണ്ട് വന്ന് നമ്മുടെ കാറിൻ്റെ സൈഡിൽ വന്ന് അങ്ങനെ അടിച്ചു കൊണ്ടൊരു ചെറിയ കല്ലായിരുന്നു. അടുത്ത വലിയ കല്ല് ഇങ്ങനെ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുക. നമുക്കാണെങ്കിൽ വണ്ടി ഇവിടുന്ന് അനങ്ങാൻ ഒരു രക്ഷയില്ല. കാരണം ബ്ലോക്കാണ്, നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ കയറിപ്പോയപ്പം ഒരുപാട് വണ്ടികളൊന്നും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നല്ല തിരക്കായി. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. പടച്ചവൻ്റെ ഒരു കാവൽ കൊണ്ട് ഒന്നും നമുക്ക് സംഭവിച്ചില്ല. ആ ഉരുണ്ട് വന്ന വലിയ കല്ല് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്നേട്ടാ. പിന്നെ ഈ ഒരു റോഡ് തിരിച്ചിറങ്ങുന്നത് വരെ, അതായത് ആ അട്ടൽ ടണൽ ഇറങ്ങുന്നത് വരെ നമുക്ക് ഉള്ളിൽ നല്ല ടെൻഷനായിരുന്നു. ഇനി എന്തെങ്കിലും കല്ല് ഉരുണ്ട് വരുവാന്ന് ഓർത്തിട്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിടിച്ചിലും സംഭവമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് റോഡ് ഫുള്ള് ഡാമേജാണ്. നല്ല രീതിയിൽ നോക്കിയും കണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല രീതിയിൽ പാനിക്കായി, ഡ്രൈവറും പേടിച്ച് ആകെ മൊത്തത്തിൽ പേടിച്ചൊരവസ്ഥയായിരുന്നു. കുറേ കാറുണ്ടായിരുന്നു, അതിൽ നമ്മുടെ കാറിൻ്റെ മുകളിലോട്ടാണ് ഈ കല്ല് വന്ന് വീണത്. ഇന്ന് കാര്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഈ മഞ്ഞുമല എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് മാക്സിമം ടൈം നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. മല കയറാൻ കുറച്ചധികം സമയം എടുത്ത്, ഇറങ്ങാനാണ് സിമ്പിളായിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇവിടുന്ന് നേരെ നമ്മൾ സൊലാങ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോണത്. പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മഞ്ഞുമല മറ്റേ സ്ഥലത്തിനെക്കാട്ടി ഇരട്ടി തണുപ്പാണ് ഇവിടെ. വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല, നാക്ക് കുഴഞ്ഞിട്ട്. ബാത്റൂം തപ്പി നടക്കും മൂത്രമൊഴിക്കാൻ. എന്നിട്ട് വേണം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ. ആർക്കറിയാം. ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ട്. ലിബാമുണ്ട്, എന്നാലും ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ ഒരു സ്ഥലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ടും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ തപ്പി നടന്നിട്ട് ബാത്റൂം കണ്ടില്ല. റെഡി. ഇനി ചെയ്തോ വെള്ളം. ഓക്കെ.
ഇതൊക്കെ പിന്നെ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോഗ്രാഫിയാണ് കേട്ടോ. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും നമ്മളിവിടെ വന്നാൽ ഇടത്തില്ല. ഞാൻ ആകെ മോയ്സ്ചറൈസർ ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇട്ടത്. ഇതാണ് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന അട്ടൽ ടണൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ പോകണം. ഏറ്റവും ഇതിൻ്റെ എൻഡാണ് റോത്താങ് പാസ്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ഇവര് സിപ്പ് ലൈൻ കയറാൻ പോണേ, ഞങ്ങള് കേറുന്നില്ല. ഞങ്ങൾ ഓൾറെഡി ഞങ്ങള് കേറിയത് കൊണ്ട് വാഗമണ് പോയപ്പം ഞങ്ങള് വെറുതെ ഇനി പൈസ കളയണ്ടെന്ന് ഓർത്തു. ഇതൊരാൾക്ക് 500 1200 പറഞ്ഞത്. നമ്മള് സംസാരിച്ച 1000 ആക്കി രണ്ടാൾക്കൂടെ. ഓൾറെഡി നമ്മള് ഡ്രൈവർ ചോദിക്കാൻ എന്താ കേറാത്തേന്ന്. അപ്പൊ ഇവര് പോയിട്ട് വരട്ടെ. നമ്മുടെ ഡ്രൈവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് സിപ്പ് ലൈൻ പോകണോ അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി. കാരണം ഇവിടുന്ന് ആൾക്ക് കമ്മീഷനുണ്ട്, അതുകൊണ്ട്. അപ്പം അവർ രണ്ടുപേരും അങ്ങനെ കയറി, ഞങ്ങൾ കയറിയില്ല. ഡ്രൈവർ കുറേ പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു കേട്ടോ ഞങ്ങളും കയറിക്കും അടിപൊളിയാന്നൊക്കെ. പക്ഷെ ഓൾറെഡി നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ നിന്ന്. അവരിതേ അവിടെ നിൽക്കുന്നുണ്ട്, തിരിച്ചു വരാനാണ്. നല്ല സൂമാക്കിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ കാണും, അത്രയും ദൂരെയാണ് അവർ. ഞങ്ങൾക്ക് 4 പേർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഓരോ പ്ലേറ്റ് മാഗി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഞാൻ ഷിനാജും കൂടെ അവിടുന്ന് മലയുടെ മുകളിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കിഴങ്ങ് പൊരിച്ച പോലത്തെ ഒരു സാധനവും മാഗിയും കോഫിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലപോലെ വിശന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ലപോലെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. ഇവിടെ വന്നിട്ടും മെയിനായിട്ടുള്ള നമ്മുടെ ഫുഡ് ഈ നൂഡിൽസൊക്കെ തന്നെയായിരുന്നു. നൂഡിൽസ്, മൊമോസ്, കോഫി അതൊക്കെ തന്നെയായിരുന്നു. അല്ലാണ്ട് ഹെവി ആയിട്ടൊന്നും നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ലായിരുന്നു. ഞാൻ മെയിനായിട്ടും കഴിക്കാഞ്ഞത് വയറിന് പ്രശ്നം വരുക എന്നുള്ള പേടിയുണ്ടായിരുന്നു. എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നടന്നു പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോലങ് വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കുതിരകൾ ഇങ്ങനെ നടന്നു പോകണം. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അവരിതേ തിരിച്ച് വീട്ടിൽ പോവാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വേണമെങ്കിൽ നമുക്ക് പോകാം. 3 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. വേണമെങ്കിൽ നമുക്ക് ആ ബഗ്ഗി പോലത്തെ വണ്ടിയില്ല, അതുണ്ടായാലും വേണമെങ്കിൽ പോവാം. 350 400 എന്തോ. ഞങ്ങൾ 4 പേര് നല്ല ടയർഡായിരുന്നുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പിന്നെ പോയത്. നമ്മൾ റെന്റിന് ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ, അപ്പോൾ അത് തിരിച്ച് അവർ തന്നെ നമ്മുടെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഈ ഡ്രസ്സ് എടുക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. കുടഞ്ഞു നോക്ക് എന്തേലുമൊക്കെ ഉണ്ടാന്ന്. അത് സിരാജിന്റെ പൈസ നമ്മള് ഓൾറെഡി എവിടെ ഇനി ഒന്നുമില്ലല്ലോ. ഓക്കെ, 6 മണിയായി. നമ്മള് നമ്മുടെ റൂമിലെത്തി, ഹോട്ടലിലെത്തി. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കുറച്ച് ടഫായിരുന്നു. കുറച്ച് സ്ഥലങ്ങളിൽ എന്തായാലും മഞ്ഞുണ്ട്. മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് നമ്മൾ വലിഞ്ഞ് കയറിപ്പോയത്. നമ്മൾ അങ്ങോട്ട് പോയ റൂട്ട് ശരിയല്ലായിരുന്നു, അതാണ് അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നത്. കറക്റ്റ് പോകേണ്ട വഴി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അല്ല, ഞങ്ങളിങ്ങനെ കറക്റ്റ് കുത്തനെ കയറി പോയത്. അയ്യോ, എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ട്രക്കിങ്ങിന്. അതിന് ഇയാളുടെ വായിന്ന് കുറെ ചീത്തയും കേട്ടി. ഞങ്ങൾ അടിയുണ്ടാക്കിയ മുകള് വരെ പോയത്. ആദ്യമായിട്ട് ഞാൻ പറയും കപ്പിൾസ് ആയിട്ട് പോവരുത്. പോയാലും ഉമ്മാരി ഓരോ സാധനത്തെ കൊണ്ടുവരുത്. കാരണം നമ്മള് ഏറ്റി കൊണ്ടുപോവാ. ഇവിടെ പോന്നാലേ നമുക്ക് മേലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്ഥലം സത്യം പറഞ്ഞാല് ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഞാൻ ട്രക്കിങ് ചെയ്യുന്നത്. ഇങ്ങനെ കേട്ടുപരിചയം ഉണ്ടെന്നല്ലാതെ എനിക്കറിയത്തില്ല. ഷിനാജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാട്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അറിയാതെ എന്താ എങ്ങനെയെന്ന്. അപ്പൊ അറിയാത്ത ഒരാൾക്ക് സമാധാനത്തിൽ ഞാൻ പറയണ ഒരു അവസരം എനിക്കിതാ. അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാന്നുള്ള സമാധാനത്തിൽ മെല്ലെ പോയാൽ മതി. പറ്റുന്നില്ലെങ്കിൽ മെല്ലെ പോയാൽ മതി എന്ന് പറയണം. ഇതൊന്നുമില്ല. ഒന്നാമത് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവണം. നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടും കുറച്ച് നടക്കുമ്പോൾ തന്നെ. അങ്ങനെ കുറച്ച് നടന്നിട്ടിരിക്കുമ്പോൾ അപ്പനെ ചീത്ത പറയും. ഇനിയിപ്പം കൈ കിടക്കുന്ന ഇങ്ങനെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ കയറാൻ പറ്റാത്തൊരു ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ കാല് സ്ലിപ്പായി പോവാം. താഴത്തോട്ട് വീണാൽ തീർന്ന് ഇങ്ങനെ തെന്നി താഴത്തോട്ട് വന്ന് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ വന്നിരിക്കുന്ന നടുവിൻ്റെ മണിയും കഴിയും. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറയുന്ന ഒറ്റൊരു തള്ളാണ്.
എന്നാൽ മെല്ലെ പോയാൽ മതി, നോക്കി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ പോയിക്കൂടെ. അതൊന്നുമില്ല, ഫുള്ള് ചീത്തവിളിയായിരുന്നു എന്നെ അവിടെ. ഫുള്ള് കീറുന്നത് വരെ ചീത്തവിളിയായിരുന്നു. ഞാൻ പോയിട്ടില്ല, എനിക്ക് പറ്റൂല. ശ്വാസം കിട്ടണ്ടേ, അല്ല പറയാ കുറച്ചേരം ഇരുന്ന് മെല്ലെ. അത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇജെന്താ പറയണത്, കുറച്ചേരം ഞാൻ പറഞ്ഞായിരുന്നു ഇരിക്കുന്നിട്ട് നീച്ചൂല, ഞാനില്ല. ശ്വാസം മുട്ടൽ മാറിയാലല്ലേ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തുള്ളു. അപ്പൊ ഇങ്ങനത്തെ എന്താ സ്വഭാവം കാണിക്കരുത്. ആദ്യമായിട്ട് അറിയാത്ത ആൾ ആദ്യമായിട്ട് പോകുമ്പോ ഒറ്റക്ക് വയ്ക്കോ. സംഭവം ഞാൻ വിചാരിച്ച മണാലി വന്ന് ഇറങ്ങിയാല് ഇത്ര റിസ്ക് എടുത്ത് മഞ്ഞ് കാണാൻ ഇത്ര റിസ്ക് എടുത്ത് മുകളിലോട്ട് കയറണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഒന്നാമത് ഇവിടെ സീസൺ ടൈം അല്ല, സീസൺ അതിന്റെ ടൈം ആയി വരുന്നതേ ഉള്ളു. മഞ്ഞ് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളു. ഡിസംബർ പകുതി ആയതല്ലേ ഉള്ളു. അപ്പം ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റൊക്കെ ആകുമ്പോഴാണ് നല്ലപോലെ ഇവിടെ മഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര റിസ്ക് എടുക്കേണ്ടി വരത്തില്ല, കാരണം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണേലും ഫോട്ടോ എടുക്കാം. ഇത് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ പൈസയൊക്കെ സെറ്റാക്കി പൈസയൊക്കെ മുടക്കി ഇവിടം വരെ വന്നിട്ട് മഞ്ഞിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അത് മോശമല്ലേ. അപ്പോൾ മഞ്ഞുള്ള സ്ഥലത്ത് പോയി ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഫോട്ടോ എന്തായാലും കിട്ടി. ഫോട്ടോ അത്ര അടിപൊളിയൊന്നും അല്ല, എന്നാലും ഒപ്പിച്ചു, അങ്ങനെ വേണേൽ പറയാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം. അപ്പം എൻ്റെ കൈ കിടക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. നേരത്തെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോയതാണ്. ഫുഡ് കഴിക്കാതിരുന്നപ്പോഴാണ് ഓർമ്മ, ഫുഡിൻ്റെ കാണിക്കണമല്ലോ. ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ കറി, ഇന്നലത്തെ സെയിം ആണ് ഇത് മൂന്നും. പിന്നെ അവിയൽ പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്, എനിക്കൊന്ന് വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം. പിന്നെ ഡാൽ കറി. ഞാൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്, ഏത് കറി എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഈ മിക്സഡ് കറി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഈ കറി കൊള്ളാം കേട്ടോ. കോളിഫ്ലവർ, ക്യാരറ്റ്, റോസ്റ്റ് എടുത്തൊരു സംഭവം. കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ ബീൻസ് ഉണ്ട്. കൊള്ളാം. പക്ഷെ ഇത് 2 പേർക്ക് കഴിക്കാവുന്നതിനെക്കാട്ടി, അതായത് ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട്. എന്നാൽ തന്നെ ഫുഡ് കുറേ ബാക്കി വന്നു. ഇന്നും അതുപോലെ ബാക്കി വരും. ഞാൻ അവർ കൊണ്ടുപോകും. അപ്പം എന്തായാലും കഴിക്കട്ടെ. വീട്ടിലങ്ങനെ ചോറ് തിന്നാത്ത മനുഷ്യനാണ് ഈ ചോറ് കുഴച്ചടിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടാ? എല്ലാ കറിയും ഡാലും ചിക്കൻ കറിയും കൂട്ടിക്കുഴച്ചടിക്കുകയാണ്. പിന്നെ ഇടക്കിടക്ക് ഇത് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ചപ്പാത്തിയും ഈ കറിയും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറി. ബീൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, കോളിഫ്ലവറിൻ്റെ കറിയാണ്. ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.